ഇനി മറ്റു വാർത്തകളിലേക്കാണ്. ബാർ കോഴ വിവാദത്തിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നു. കൊച്ചിയിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുന്നത്. അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരിപ്പോൾ അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. അത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണോ ഇപ്പോൾ നടത്തുന്നത്? ജിൽസി, അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുപ്രകാരമാണ് ഇപ്പോൾ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നത്. കൊച്ചിയിൽ വെച്ചാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ എത്തിക്കൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് നടക്കുന്നത്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ബാർ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. ആ യോഗത്തിൽ വെച്ചായിരുന്നു ഈ പണപ്പിരിവ് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് എന്നുള്ള വിവരമായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നത്. ഇവരിൽ നിന്ന് ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയായിരിക്കും ക്രൈംബ്രാഞ്ച് ചെയ്യുക. അതായത് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഒന്നടങ്കം തന്നെ ഇത് കെട്ടിടം വാങ്ങാനുള്ള പണപ്പിരിവാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പലപ്പോഴായി പറഞ്ഞിരുന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കുകയായിരിക്കും ചെയ്യുക. നേരത്തെ ഈ ഭാരവാഹികളുടെ അടുത്തു നിന്നും ഈ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ബാർ അസോസിയേഷൻ യോഗം അന്ന് നടന്ന ഹോട്ടലിന്റെ CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് അന്നതിൽ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ വിളിച്ചു വരുത്തി പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുമിച്ച് അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ ഈ ബാർ ഉടമകൾക്കിടയിൽ പടലപ്പിണക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം നടക്കും. അതായത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് ഈ പടലപ്പിണക്കങ്ങളാണ് ഈ ശബ്ദ സന്ദേശം, അതായത് അനിമോന്റെ ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായി പറയുന്നത്. അങ്ങനെ ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ മൊഴിയെടുപ്പ്. ഈ മൊഴിയെടുപ്പ് കഴിയുന്നതോടുകൂടി ഏറെക്കുറെ അന്വേഷണം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു അന്വേഷണം പൂർത്തിയാകുമെന്നുള്ളതാണ് കരുതുന്നത്. കാരണം 10-ാം തീയതിക്കുള്ളിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന സർക്കാർ നിർദ്ദേശം. ശരി ഹരി, ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.